പരിശുദ്ധമായ ഇസ്ലാമിലെ ഏതൊരു അമല് ചെയ്താലും അള്ളാഹു നൽകുന്നത് മഗ്ഫിറത്ത് തന്നെയാണ്. ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്നും അവനിക്ക് അള്ളാഹു നൽകുന്നത് മഗ്ഫിറത്ത് തന്നെയാണ്. 5 നേരം പുഴയിൽ പോയി ഒരു മനുഷ്യൻ ക്ലീനായി കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ലതും അവശേഷിക്കുമോ മാലിന്യമായിട്ട്? സ്വഹാബത്ത് പറയുന്നു, ഇല്ല നബിയെ. അതുപോലെയാണ് ഒരു മനുഷ്യൻ 5 വക്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവൻ പാപമോചിതനാണ് എന്ന്. ഇനി നോമ്പ് നോൽക്കുകയാണെങ്കിലോ, മൻസ്വാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷം മുഴുവനും പുറത്തു കൊടുക്കും. അവനും പാപമോചനം തന്നെയാണ് ലഭിക്കുന്നത്. ഇനി സക്കാത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിലോ, ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ദോഷങ്ങളെ ആ സക്കാത്ത് കാരണമായിട്ട്, അതല്ലെങ്കിൽ സ്വതക്ക കാരണമായിട്ട് കരിച്ചു കളയുകയാണ്, കെടുത്തിക്കളയുകയാണ്. അവൻ്റെ ദോഷങ്ങളെ കെടുത്തിക്കളയുകയാണ്. വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ. ഇനി ഹജ്ജിൻ്റെ വിഷയമാണെങ്കിലോ, കുറ്റം ചെയ്യാതെ ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ നാട്ടിലേക്ക് മടങ്ങുന്നത് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. തൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞ് എത്ര നിഷ്കളങ്കമായിരിക്കും, അതുപോലെ പാപമോചനം തേടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും മഗ്ഫിറത്തുമായി ബന്ധിതമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനുമാണ്. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.